പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ അന്തർജനത്തിന്റെ നാൾവഴിയിലൂടെ എന്ന കഥയുടെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഥയിലേക്ക് കടക്കാം. ഈശ്വര, എന്തു പുലിവാലായത്! അവൻ തലയിൽ കൈവച്ചു. ഏട്ടൻ വിഷമിക്കണ്ട, ജാനകി ആശ്വസിപ്പിച്ചു. അമ്മയെ ഒരു വടക്കുനോക്കി യന്ത്രമായ ഞാൻ കാണുന്നത്. ഹരിയേട്ടന്റെ നേർക്ക് മാത്രം തിരിഞ്ഞിരിക്കണ ഒരു യന്ത്രം. ഹരിയേട്ടൻ ചെയ്യണത് മാത്രമാ അമ്മയ്ക്ക് ശരി. പഠിക്കാനും ജീവിക്കാനും സമർത്ഥനായിരിക്കണം. മനസ്സിൽ നന്മ വേണമെന്നൊന്നും നിർബന്ധമില്ല. അമ്മയെ കുറ്റപ്പെടുത്തേണ്ട കുട്ടി, ദേവൻ പറഞ്ഞു. ഈ ലോകത്തെ മനുഷ്യർ ഏറെയും അങ്ങനെയാ. സാമർത്ഥ്യക്കാരെയും സാമർത്ഥ്യത്തെയുമാ എല്ലാവരും ആരാധിക്കുന്നത്. വീണ് കിടക്കുന്നവരോട് ആർക്കും അനുതാപമില്ല, കരുണയുമില്ല. സ്വയം തളർന്നു വീഴുന്ന നിമിഷം വരെ. അവൻ തിരിഞ്ഞു നടന്നു. അല്പം നടന്നതും നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. ആ മുഖത്തെ ഭാവം മാറിയിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. എന്താ ഏട്ടാ, നിന്നോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. നിന്റെ അടുത്ത് ഞാനൊന്നും ഒളിപ്പിക്കാറില്ലല്ലോ. ഏട്ടന്റെ അടുത്ത് ഞാനും ഒന്നും ഒളിക്കാറില്ലല്ലോ. അത് പെൺകുട്ടികളുടെ കടമയാണ്. വീടിന് പുറത്ത് നമ്മുടെ പെൺകുട്ടികളെ കാത്തിരിക്കുന്നത് ചതുക്കുഴികളും കാണാക്കണികളുമാ. വീടിനെ സ്നേഹിക്കുകയും മാതാപിതാക്കളും കൂടപ്പറപ്പുകളുമായി ഗാഠബന്ധം പുലർത്തുകയും ചെയ്യുന്ന കുട്ടികളെ വഴിയരികിൽ കാത്തു നിൽക്കുന്ന സ്നേഹലോലന്മാരുടെ നീരാളി പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടും. അല്ലാത്തവർ നേരെ ഈയാമ്പാറ്റകളെ പോലെ അവരുടെ വലകളിൽ തന്നെ ചെന്ന് ചാടും. ഇവിടെ പക്ഷേ നമ്മുടെ ആശങ്കകൾ പങ്കിടാൻ പറ്റിയ ഒരമ്മയല്ലല്ലോ നമുക്കുള്ളത്. അതുകൊണ്ടാണ് നീ എല്ലാം എൻ്റെ അടുത്ത് തുറന്നു പറയണതെന്നും എനിക്കറിയാം. എൻ്റെ അവസ്ഥയും അത് തന്നെയാ. അമ്മയോട് പറയേണ്ട കാര്യ നിന്റെ അടുത്തിപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് പേടിയാവണമല്ലോ ഏട്ടാ. പേടിക്കാനുള്ള സംഭവമൊന്നും അല്ല കുട്ടി. ഇന്നലത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ടതാ. അപ്പോ ഇന്നലെ ഏട്ടൻ ശരിക്കും മദ്യപിച്ചിരുന്നോ? അതാണോ പറയാൻ പോണത്? അടി വാങ്ങും നീ. അനിയത്തിയുടെ നേർക്ക് ദേവൻ കൈയോങ്ങി. തോക്കിൽ കയറി നീ വെടിവെക്കാതെ പിന്നെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അമ്മയോട് പറഞ്ഞാലുള്ള പ്രതികരണത്തെ ഭയന്ന ഞാൻ നിന്റെ അടുത്ത് പറയണത്. ഇന്നലെ രാത്രി പാർട്ടി കഴിഞ്ഞ് കരുണാകരൻ സാറും മകനും കൂടിയാ കാറിൽ എന്നെ ഇവിടെ എത്തിച്ചത്. യാത്രയിൽ സാർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്താ ഏട്ടാ അത്? അവൻ വീണ്ടും പരിസരം വീക്ഷിച്ചു. കരുണാകരൻ സാറിന് ഒരു മകനും മകളുമാണുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മകന്റെ കല്യാണം കഴിഞ്ഞു. മകളാണ് ശ്വേത. ഇന്നലെ ആ കുട്ടിയുടെ പിറന്നാളായിരുന്നു. പെട്ടെന്നൊരു ഇടവേള വീണു. ജാനകിക്ക് ആകാംക്ഷയായി. ഏട്ടന്റെ മുഖത്തൊന്ന് അവൾ കണ്ണെടുത്തില്ല. ദേവനൊന്ന് നിശ്വസിച്ചു. വീണ്ടും തുടർന്നു. ഇന്നലെ രാത്രി കാറിൽ വെച്ച് കരുണാകരൻ സാർ പറയുക, എന്റെ കാര്യം പറയുമ്പോൾ ശ്വേത പ്രത്യേക താല്പര്യം കാണിക്കാറുണ്ടെന്ന്. സാറിന് എന്നോടുള്ള താല്പര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഞാൻ ജോലി ചെയ്യുന്ന ആ വലിയ സ്ഥാപനത്തോടൊപ്പം മകൾ ശ്വേതയെയും എന്നെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന്. വിവാഹം ചെയ്തോ? അതെ. അവർ തമ്പുരാക്കന്മാരല്ലല്ലോ ഏട്ടാ. അല്ല, പക്ഷെ എനിക്കങ്ങനെ ജാതി ചിന്തയൊന്നുമില്ല. അമ്മ സമ്മതിക്കില്ല എന്ന് ഉറപ്പല്ലേ? ഉറപ്പാ. അമ്മയോട് സംസാരിക്കാനാ കരുണാകരൻ സാറും പറഞ്ഞേക്കണത്. അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് അമ്മയോട് സംസാരിക്കാമെന്ന്. പക്ഷെ അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് നിനക്കറിയാലോ. എനിക്കും അതറിയാം. അതാ നിന്നോട് ആലോചിക്കാമെന്ന് വെച്ചത്. കരുണാകരൻ സാർ സമ്പന്നനായതുകൊണ്ട് അമ്മയ്ക്ക് ചിലപ്പോ പാതി മനസ്സുണ്ടായിക്കൂടാന്നില്ല. അത് ശരിയാ. പക്ഷെ ഏട്ടൻ ജാതി മാറി കല്യാണം കഴിച്ചാൽ എന്റെയും ഹരിയേട്ടന്റെയും കല്യാണങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ഒരു ഭയം അമ്മയ്ക്കുണ്ടാവാം. നിങ്ങളുടെ രണ്ടാളുടെയും കാര്യം കഴിഞ്ഞിട്ടേ കല്യാണം നടക്കൂന്ന് ഞാൻ പറയാനിരിക്കുക. എന്നാലും അമ്മയുടെ സമ്മതമില്ലാതെ അതും പറയാനാവില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേനെ. പക്ഷേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ മരിച്ചുപോയ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. 10 വയസ്സുവരെയുള്ള ഓർമ്മയുള്ളൂ എനിക്ക് അച്ഛനെ കുറിച്ച്. ഒരച്ഛന്റെ സ്നേഹം പിന്നീട് എനിക്ക് ലഭിച്ചത് കരുണാകരൻ സാറിൽ നിന്നാ. മോനെന്നല്ലാതെ എന്നെ അദ്ദേഹം വിളിച്ചിട്ടില്ല. നമ്മുടെ അച്ഛനെ അറിയാവുന്ന ആളുമാ അദ്ദേഹം. അച്ഛനെ ബഹുമാനിക്കുന്ന ആളുമാ. അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് നിനക്കറിയാലോ. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ അദ്ദേഹത്തെ സങ്കടപ്പെടുത്തുക? ഏട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലായി. എന്റെ കല്യാണം നടന്നില്ലേലും ഏട്ടൻ ആ കുട്ടിയെ ഇഷ്ടാച്ചാ ഈ കല്യാണത്തിന് സമ്മതിച്ചോളൂന്നേ. ഹരിയേട്ടൻ പിന്നെ ഏട്ടനെ കൂടപ്പുറപ്പായ പോലും കാണാത്ത ആളാ. അങ്ങനെ ഒരാളിനു വേണ്ടിയും കാത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. സദാസമയം ഏട്ടനെ പുച്ഛിക്കണ
അമ്മയുടെ സമ്മതത്തിന് കാത്തിരിക്കണതും ചിലപ്പോ മടയത്തരമാവും. ഇല്ല മോളൂ, അവൻ പെട്ടെന്ന് ജാനകിയുടെ വായ പൊത്തി. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എനിക്ക് എന്റേതായ ഒരു തീരുമാനമുണ്ടല്ലോ. അമ്മയുടെ സമ്മതം ഉണ്ടെങ്കിലേ ഞാൻ അദ്ദേഹത്തോട് സമ്മതം പറയൂ. അദ്ദേഹത്തിനും അമ്മയുടെ സമ്മതം ആവശ്യമാണ്. അമ്മ സമ്മതിച്ചാലും നിന്റെയും ഹരിയുടെയും വേളി കഴിയാതെ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറുമല്ല. അത്രയും കരുണാകരൻ സാർ കാത്തിരിക്കുവോ? ശ്വേതയുടെ അടുത്ത പിറന്നാളിന് മുമ്പ് മറുപടി പറഞ്ഞാൽ മതിയെന്നാ പറഞ്ഞിരിക്കണത്. സാരല്ല, നീ ഫൈനൽ ഇയർ അല്ലേ, എക്സാം കഴിഞ്ഞാൽ ഉടൻ നിന്റെ കല്യാണം നടത്തുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൗസ് സർജൻസി പൂർത്തിയാവും മുമ്പേ ഹരിയുടെ വേളിയും അത്രയൊക്കെ കാത്തിരിക്കാൻ അദ്ദേഹം തയ്യാറാവും. അതോടെ അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. എങ്കിൽ ഞാൻ സൂത്രത്തിൽ അമ്മയുടെ മനസ്സറിയാൻ നോക്കട്ടോ. കരുണാകരൻ സാർ വലിയ പണക്കാരനായതാ എന്റെ ഒരു പ്രതീക്ഷ. എന്നാലും സാവധാനം മതി. എന്തേ സാവധാനം? അരുന്ധതി വീണ്ടും ഇടനാഴിയിലെത്തി. എന്നെ ചിതയിലെടുക്കുന്ന കാര്യമാണോ? എത്ര നേരാണ് ഈ സ്വകാര്യം പറച്ചിൽ? ഏട്ടനും അനിയത്തിയും തമ്മിൽ. നിന്റെ കുറ്റം പറയുകയാണെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെയുണ്ടോ അമ്മയെ തിന്നണ ചിലന്തി കുഞ്ഞുങ്ങൾ? ദേവൻ ചിരിച്ചു. ഊണ് വിളമ്പാന്ന് ജാനകി പറഞ്ഞപ്പോ സാവധാനം മതിയെന്ന് അറിയിക്കുകയായിരുന്നമ്മേ. പറഞ്ഞിട്ടവൻ തിരിഞ്ഞു സ്വന്തം മുറിയിലേക്ക് പോയി. കള്ളം അവൻ പറഞ്ഞത് എനിക്കറിയാം. നിന്റെ കുറ്റം പറയായിരുന്നു രണ്ടാളും. ഇന്നലെ ഞാൻ കോലായിൽ കിടത്തിയതിന്. ജാനകി ശബ്ദിച്ചില്ല. ഞാൻ നിന്നോട് എപ്പോഴും പറയാറുണ്ട്, ഹരിയുടെ പക്ഷത്തെ നീ നിൽക്കാവൂന്ന്. എങ്കിലേ അവന് നിന്നോടൊരു താല്പര്യം തോന്നും. അവൻ വിചാരിച്ചാൽ അവന്റെ നിലയ്ക്ക് ചേരുന്നൊരു ഡോക്ടറെയോ എഞ്ചിനീയറോ നിനക്ക് കിട്ടും. അങ്ങനെ അച്ഛാ, ഇന്നത്തെ നിലയ്ക്ക് കുറഞ്ഞത് 101 പവന്റെ പണ്ടങ്ങളെങ്കിലും നിനക്ക് ഞാൻ തരും. ഒരു പുത്തൻ കാറും. അതല്ല, വലിയേട്ടനുമായി ചങ്ങാത്തം കൂടി ഏതായാലും വർക്ക്ഷോപ്പ് പണിക്കാരനെയാണ് കണ്ടുപിടിക്കണത് വെച്ചാ കാൽ കാശിന്റെ പൊന്നും തരില്ല എന്റെ പൊന്നു മോളെ. എന്റെ സ്വത്തിൽ അവകാശം ഉണ്ടാവില്ല നിനക്ക്. എനിക്ക് വലുത് അഭിമാനവും അന്തസ്സുമാ. മരിക്കും വരെ അതെനിക്ക് വേണം. ഹരിയേട്ടന്റെ പക്ഷത്തെ ഞാൻ നിൽക്കൂ പോരെ? അവൾ ചോദിച്ചു. അരുന്ധതിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എങ്കിൽ ഞാൻ പറയും നീ ബുദ്ധിയുള്ള കുട്ടിയാണെന്ന്. എനിക്ക് ബുദ്ധിയുള്ളവരെ ഇഷ്ടം. മണ്ട ജന്മങ്ങളെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, വെറുപ്പുമാ. ആ ആഴ്ച ഹരി എത്തിയപ്പോൾ ജാനകി പുതിയൊരു താല്പര്യവും സ്നേഹവും കാട്ടി. ആവശ്യപ്പെടാതെ അവന് ചായ ഉണ്ടാക്കി കൊടുത്തു. പലഹാരവുമായി ഇലയടയും ഉണ്ടാക്കിയിരുന്നു. ആ സന്തോഷത്തിൽ ഹരി തിരക്കി. നീ ജയിക്കുമോ കുറി? ജയിക്കും. വെറുതെ ജയിച്ചാൽ പോരാ, നല്ല മാർക്കുണ്ടാവണം. IAS ശ്രമിക്കണ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ശ്രമിക്കാം, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. എങ്കിൽ MAക്ക് ചേരൂ. നല്ല മാർക്കുണ്ടെങ്കിൽ കാശ് കൊടുത്ത് ഏതെങ്കിലും സ്വകാര്യ കോളേജിൽ കയറാം. അത് കഴിഞ്ഞ് കല്യാണം നടക്കുമെന്ന് മാത്രം. കൊള്ളാവുന്ന ആൺകുട്ടികൾക്ക് പെണ്ണിന് സൗന്ദര്യം ഉണ്ടായാൽ മാത്രം പോരാ, നല്ല പഠിപ്പും പ്രൊഫഷനും നിർബന്ധ. ഒരുപാട് പഠിക്കാൻ വിട്ടാൽ കല്യാണം താമസിക്കില്ലേ ഹരി? അരുന്ധതി ആരാഞ്ഞു. താമസിക്കും. അത് പറ്റില്ല. നിന്റെ വേളിക്ക് മുന്നേ ജാനകിയുടേത് നടക്കണം. അപ്പോ പയ്യന്റെ സ്റ്റാറ്റസ് താഴും. LDC ലാസ്റ്റ് ഗ്രേഡ്, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ക്ലർക്ക്, ഗൾഫിൽ ജോലിയുള്ള IT-ക്കാര് ഒക്കെയാവും വരിക. തുകയും കൊടുക്കേണ്ടി വരും. തുക കൊടുത്താൽ ഡോക്ടറെ എഞ്ചിനീയറെ കിട്ടില്ലേ ഹരി? ഡോക്ടറെ എഞ്ചിനീയറെയും വിൽക്കാൻ വെച്ചിട്ടുള്ള മാർക്കറ്റുകൾ നമ്മുടെ നാട്ടിലില്ലമ്മേ. അങ്ങേയറ്റം അമ്മയുടെ തൊഴിൽ ചെയ്യണ അധ്യാപകരെ വരെ കിട്ടിയെന്ന് വരും. മുകളിലേക്കൊന്നും നോക്കണ്ട. ബാങ്ക് ജോലിക്കാരായാലോ? കാശുമായി ഇടപെടുന്നവരാവുമ്പോ കാശിന്റെ ആർത്തി കൂടുമമ്മേ. കുറച്ച് കാത്തിരുന്നാൽ കല്യാണപ്രായം കഴിഞ്ഞ ചിലർ കോംപ്രമൈസിന് തയ്യാറായിന്ന് വരും. കാത്തിരിക്കാൻ പറ്റില്ല. അരുന്ധതിയുടെ മുഖം ഉറച്ചു. നിന്റെ വേളിക്ക് മുന്നേ ജാനകിയെ അയക്കണം. അതെന്റെ അഭിമാന പ്രശ്ന. മാത്രമല്ല, വേളി കഴിഞ്ഞാൽ അനിയത്തിയുടെ കാര്യത്തിലുള്ള നിന്റെ താല്പര്യം കുറഞ്ഞൊന്നും വരും. കൂട്ടിന് വരണയാൾ ഏതു തരമാണെന്ന് നിശ്ചയില്ലല്ലോ. ശരി, ഹരി തലയാട്ടി. എനിക്കൊന്ന് പുറത്തു പോണം. കാറിലാണോ ഏട്ടാ? ജാനകി ചോദിച്ചു. അതെ, എന്തേ? എങ്കിൽ ഞാനും വരാം. ടൗണിൽ നിന്ന് എനിക്ക് ഇത്തിരി സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിന് സമയമുള്ളപ്പോ ദേവനെയും കൂട്ടി പൊയ്ക്കൂടെ നിനക്ക്? എനിക്ക് പലരെയും കാണാനുണ്ട്. ആ കൂട്ടത്തിൽ അനിയത്തിക്കുട്ടി ഒപ്പം ഉണ്ടാവുന്നത് ശരിയല്ല. അതിലെന്തേ ശരികേട്? സുന്ദരിയായ അനിയത്തിക്കുട്ടി ഉള്ളത് അഭിമാനമല്ലേ ഏട്ടന്? എനിക്കെന്തോ അങ്ങനെ തോന്നണില്ല. അവൻ നടന്നു കഴിഞ്ഞു. എങ്കിലും പിന്നിൽ നിന്ന് അരുന്ധതി വിളിച്ചു പറഞ്ഞു. വേളി കഴിയുമ്പോ ഈ ചിന്തയൊക്കെ അങ്ങ് മാറും. അന്തർജനത്തിന്റെ വാലാകും നീയെ. ഹരി അത് കേട്ടതായി ഭാവിച്ചില്ല. അരനാഴി കറക്കാം, പക്ഷെ ഒരു നാളും പെറില്ല, ജാനകി പറഞ്ഞു. ആരെക്കുറിച്ചാ നീ പറഞ്ഞത്?
അരുന്ധതി തിരക്കി. മറ്റാരെ കുറിച്ചാ? അമ്മയുടെ ഇഷ്ടപുത്രനെ കുറിച്ച്. ഹരിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാ ഞാനൊന്ന് പരീക്ഷിച്ചത്. പക്ഷെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. എന്റെ കല്യാണത്തെക്കുറിച്ച് അമ്മ പറഞ്ഞപ്പോഴുള്ള മറുപടി കേട്ടില്ലേ? കാത്തിരുന്നാൽ വേളിപ്രായം കഴിഞ്ഞ ആരേലും കോംപ്രമൈസ് ആവുമെന്ന്. ഒന്നുകൂടെ ചെല്ലാൻ ശ്രമിച്ചപ്പോ പറഞ്ഞ ഉത്തരവും കേട്ടൂലോ. ഇനി ഞാൻ എന്ത് പുണ്യത്തിന് ആ പക്ഷത്ത് നിൽക്കണത്? ലിറ്ററുകൾ അകട്ടിൽ സൂക്ഷിക്കുന്ന ചുരത്താത്ത പയ്യനെ എനിക്ക് വേണ്ട. ഡോക്ടറൊന്നും അല്ലെങ്കിലും മനസ്സ് നിറയെ സ്നേഹമുള്ള എന്റെ ദേവേട്ടന്റെ തണലിൽ ഞാൻ നിന്നോളാം. ഒന്ന് നിശ്വസിച്ചതല്ലാതെ അരുന്ധതി മറുപടി ഒന്നും പറഞ്ഞില്ല. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഹരിയുടെ ഫോൺ ശബ്ദിച്ചു. കാലെടുത്തപ്പോൾ കാതിലെത്തിയത് ഡോക്ടർ ജ്യോതിയുടെ ശബ്ദമായിരുന്നു. ഹരി, എവിടെയാപ്പോ നീ? നാട്ടിലുണ്ടല്ലോ. ഈയിടെ ആഴ്ചതോറും നാട്ടിൽ പോണുണ്ടല്ലോ. ഇതെന്തു മായം? അമ്മ നിർബന്ധിച്ചിട്ടാ. എപ്പോഴും അമ്മയ്ക്ക് എന്നെ കാണണം. അത് അവസാനം കുഴപ്പമാവോ? ആ നാട്ടിൽ വന്ന് പാർക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അറിഞ്ഞൂടെ? അറിയാം. അതല്ലേ ഇപ്പൊ ഒന്ന് സോപ്പിട്ട് വെക്കണത്. നമ്മുടെ കല്യാണം കഴിയുമ്പോ അമ്മ ഏതായാലും ശത്രുവാകുമെന്ന് എനിക്ക് ഉറപ്പാ. വണ്ടി ഓടിക്കുകയാണോ ഹരി? അങ്ങനെ തോന്നണുണ്ടോ? ആ അതെ. എങ്ങടാ? തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക്. എങ്കിൽ ഞാൻ നിർത്തുക. എന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിച്ചേച്ചാൽ മതി. നക്ഷത്രം അറിയാലോ? അറിയാം. അത് കേട്ടതും ജ്യോതി നിർത്തി. വില്വാദ്രിനാഥന്റെ ക്ഷേത്രം കുന്നിന് മുകളിലാണ്. അതിന്റെ താഴ്വരയിലായി അവൻ കാർ പാർക്ക് ചെയ്തു. പതിവ് പോലെ ക്ഷേത്രത്തിലേക്ക് പോവാൻ ഹരിക്ക് ഉത്സാഹം തോന്നിയില്ല. അവിടെ ചെറുപ്പം വിട പറഞ്ഞ ആ സുമപിഷാരസ്യർ മാത്രമേ ഉണ്ടാവൂ. വൃന്ദാവന രാധ ഒരു മിന്നൽ പിണർ പോലെ വന്നു മാഞ്ഞു പോവുകയാണ് പതിവ്. അങ്ങനെ ഒരു നോക്ക് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അവൾ തിരിച്ചു തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് നിശ്ചയവുമില്ല. ആ സ്ഥിതിക്ക് പിഷാരത്തേക്ക് തേടി ചെല്ലണതാവും നല്ലത്. ഈ സമയത്ത് അവിടെ രാധ തനിച്ചായിരിക്കും. പക്ഷേ പിഷാര എവിടെയാണെന്ന് ഇതുവരെയും അവന് മനസ്സിലായില്ല. ചുറ്റും കണ്ണുകളാൽ പരതി തിരയവേ ചെറിയൊരിടവഴിയിൽ നിന്ന് വെളുത്തുമെല്ലിച്ച ഒരു 12കാരൻ നടന്നു വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവനൊരു അമ്പലവാസിയാണെന്ന് വ്യക്തമായി. ഏയ് കുട്ടാ, ഹരി വിളിച്ചു. പയ്യൻ തിരിഞ്ഞു നോക്കി. വില്വാദ്രിനാഥന് മാല കെട്ടുന്ന സുമപിഷാരസ്യാരുടെ പിഷാരമേതാ? സുമപിഷാരസ്യാർ അമ്പലത്തിലുണ്ടായിട്ടാ. അങ്ങോടിയല്ലു. ഞാൻ ചോദിച്ചത് അവരുടെ പിഷാരമാണ്, അവരുടെ വീട്. ഉടൻ താൻ വന്ന ഇടവഴിയിലേക്ക് അവൻ കൈ ചൂണ്ടി. ദേ ഇതുവഴി വെക്കുള്ളൂ, രണ്ടാമത്തെ വീട്. ഗേറ്റ്. മുന്നിലെ തൊടി നിറയെ പൂച്ചെടികളാ. ഗേറ്റിന്റെ തൂണിൽ വൃന്ദാവനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹരിക്ക് അത്ഭുതമായി. രാധ താമസിക്കുന്നത് ശരിക്കും വൃന്ദാവനത്തിൽ തന്നെയാണല്ലോ. വഴി പറഞ്ഞ പയ്യൻ പടികൾ കയറി മുകളിലേക്ക് ഓടിയതും ഹരി ഇടവഴിയിലേക്ക് കടന്നു. രണ്ടാമത്തെ വീട്. മലർക്കത്തുറന്ന തകരഗേറ്റ്. മുന്നിലെ തൊടിയിലും മുറ്റത്തും നിറയെ പൂച്ചെടികൾ. ഈശാന ഊണിൽ കിണറിനോടടുത്തൊരു താമരക്കുളവും. അവൻ നടന്ന് മുറ്റത്തെത്തി. കരിയും ചാണകവും കലർത്തി മെഴുകിയ മുറ്റം. തുളസിത്തറയിൽ നിബിഡമായി രാമതുളസി. മുമ്പ് വന്നപ്പോഴൊക്കെ നന്നായി ഒരുങ്ങിയാണ് പോയത്. അന്നൊന്നും ഈ സുന്ദരിയെ ഒന്ന് അടുത്ത് കാണാനായില്ല. ഇപ്പോ കോഴിക്കോട്ടുനിന്ന് വന്ന വേഷമാണ്. ഷർട്ടിന് വിയർപ്പ് ഗന്ധവുമുണ്ട്. എങ്കിലും ഇക്കുറി താൻ തന്റെ നായികയെ കാണുമെന്ന് ഉറപ്പാണ്. പെട്ടെന്നാണ് അകത്തുനിന്ന് ദീപം ദീപം എന്ന മന്ത്രണം കേൾക്കാറായത്. അകത്തൊരു കൈത്തിരി വെട്ടവും കണ്ടു. അതോടെ ഹരി കണ്ണുകൾ പൂട്ടി, കൈകൾ കൂപ്പി. ഒരു ചിരി കേട്ടാണ് അവൻ കണ്ണുകൾ വിടർത്തിയത്. നോക്കിയപ്പോ തുളസിത്തറയിലെ കൊടിവിളക്കിൽ ദീപം പകർന്നിട്ട് നിവരുകയായിരുന്നു സുമ. അമ്പലത്തിൽ എന്നെ കാണാഞ്ഞു തേടി വന്നതാ ഇല്ലേ മോൻ? കണ്ണുകളടച്ചുള്ള നിൽപ്പ് കണ്ട എനിക്ക് ചിരി വന്നത്. എങ്ങനെയായി വീട് കണ്ടുപിടിച്ചത്? അത് ഹരി നിന്ന് കിതച്ചു.